ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ദളപതി വിജയുടെ കാത്തിരുന്ന ഐറ്റം വന്നിരിക്കുകയാണ്. ഗോട്ടിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിനോടകം ഇതിന്റെ 2 സോങ് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എല്ലാവർക്കും പൊതുവെ വിജയുടെ സാധാരണ സിനിമയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്ര ഒരു ഹൈപ്പ് ആ ഒരു സോങ്ങിന് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വിജയ് ആരാധകരെല്ലാം കുറച്ച് നിരാശരൊക്കെ ആയിരുന്നു. അപ്പം അതിനെല്ലാം മറുപടിയായിട്ട് ഈ ഒരു ട്രെയിലറിനകത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. നമുക്ക് നേരെ ട്രെയിലർ കണ്ടു നോക്കാം. Guys, this is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operations. Hostage negotiator, field agent, spy. In short, he is a goat of SATs. குழந்தை நல்லா இருக்கு, ஒன்னும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்ல, காந்திய நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்ல. இனிமே சத்தியமா குடிக்கூடாதுடா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. சில்லி மூமெண்ட். அறிவு இருக்கடா உனக்கு? மிஷனுக்கு ஃபேமிலியோட ஹாலிடேக்கு போவானா? அதுவும் பேங்காக்கு குடும்பத்தோட போவானா? நான் அனுபவிச்ச இந்த பெயின காந்தியும் அனுபவிக்கணும். இல்லப்பா, you're in danger. இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்குறேன். சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போறாங்க. பிரச்சனையை விட்டு நீங்க 2 பேரும் சண்டை போட்டுட்டு இருக்கீங்க. உன்னால முடியலன்னா சொல்லு, நான் போட்டேன். வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா? A lion is always a lion. Do you think you can stop me? Do you think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா, ஹையா. I'm waiting. ഇതിനകത്തുണ്ടോ സാർ? ഇതോടുകൂടി വിജയ ആരാധകരുടെ ആ ഒരു നിരാശ മാറി എന്ന് തന്നെ പറയാം. നല്ല കാലക്കൻ ട്രെയിലർ അല്ലേ? ഡബിൾ റോൾ ആണ്. പിന്നെ ഒത്തിരി ചെറിയായിട്ടുള്ള രീതിയിൽ ഈ ഏജ് കുറച്ച് എനിക്കൊന്ന് പണ്ട് സൂര്യയുടെ ഒരു പടത്തിൽ രാധവനകത്ത് ഇങ്ങനെ ചെറിയൊരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ വിജയ്ക്കും ഇങ്ങനെ ഇപ്പൊ കണ്ടിട്ടുണ്ട്. സംഭവം കിടു ട്രെയിലറാണ്. ആക്ഷൻ ആണ് എടുത്തു പറയേണ്ടത് അല്ലെ? ആക്ഷൻ ഒരു രക്ഷയില്ലാത്ത ആക്ഷനാണ്. എന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ രീതിയൊക്കെ നമുക്ക് മൂവീസൊക്കെ ആക്ഷൻ മൂവീസൊക്കെ കാണുന്നതിന്റെ ആ ഒരു ഫീൽ വരുന്നത്. എന്ന് വെച്ചാൽ ചേസിങ് സീൻ ആണെങ്കിലും ആ ബോംബൊക്കെ ആ പൊട്ടുന്ന സീനൊക്കെ ആണെങ്കിലും നമുക്ക് ആ VFX ഒക്കെ പക്കയായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വിജയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഈ സിനിമ എന്ന് വെച്ചാൽ ആ ഒരു ബൈക്കിനകത്ത് പോകുന്ന സീനൊക്കെ കണ്ടില്ല, അതൊക്കെ കിട്ടില്ല. എനിക്കൊന്നും 2-3 ചേസിങ് സീൻ ഈ ഒരു ട്രെയിലറിനകത്ത് കാണിക്കുന്നുണ്ട്. ഇവരുടെ ആ ഒരു കൂട്ട് എന്ന് വെച്ചാൽ പ്രഭുദേവ, ജയറാം, പ്രശാന്ത്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ ലൈലയും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹയൊക്കെ പഴയ നടിമാരൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊരു അടിപൊളി സംഭവമാണ്. മൊത്തത്തില് ഭയങ്കര കളർഫുൾ ആണ്. കിടിലൻ വിഷ്വല്, എഡിറ്റിങ്, പിന്നെ മാസ് പടം തന്നെയാണ്. പിന്നെ ആക്ഷനൊക്കെ വൻ സംഭവങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഇത്രയും സത്യം പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമുക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ട്രെയിലർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്ന് വെച്ചാൽ സോങ് 2 വന്നപ്പോ തന്നെ നമുക്കും ചെറിയൊരു സത്യം പറഞ്ഞാൽ നമുക്കും അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇത് നമ്മൾ അതിനപ്പുറം ട്രെയിലർ വന്ന് തകർത്ത് കളഞ്ഞെന്ന് തന്നെ പറയാം. സെപ്റ്റംബർ 5 ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ ട്രോളർമാർക്ക് മാറിയിരിക്കാൻ ട്രോളാനൊന്നും ഇല്ല. എന്ന് വെച്ചാൽ കലക്ക സാധനമാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട യുവൻ ശങ്കർ രാജയുടെ ആ ഒരു മ്യൂസിക് BGM എല്ലാവർക്കും ചെറിയൊരു ഡൗട്ടാണ്. സോങ്ങിനകത്ത് ചെറിയായിട്ടൊന്ന്
ഒന്ന് പുറകോട്ട് വന്നെങ്കിലും ഇതിനകത്ത് BGM ഒക്കെ കേട്ടപ്പോഴത്തേക്ക് അടിച്ച് ആള് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ടോട്ടലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇനി റിപ്പീറ്റ് കാണാനുള്ളൊരു ട്രെയിലറായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം എന്തുപോലെ സെപ്റ്റംബർ 5 വരെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.